നീതിന്യായ വ്യവസ്ഥയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ശിക്ഷിക്കുക എന്നതിലുപരി ഇരകൾക്ക് നീതി ഉറപ്പാക്കുക എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമങ്ങൾ പാസാക്കി മനുഷ്യർക്ക് നീതിയും സുരക്ഷയും സമാധാനവും പ്രദാനം ചെയ്ത് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ മുന്നോട്ടു പോകുമ്പോൾ കേരളത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ട ചരടുവെട്ടിയ പട്ടം പോലെ കേരളത്തിലെ പോലീസ് തലങ്ങും വിലങ്ങും പാവങ്ങളെ കരണത്തടിച്ചും വലിച്ചിഴച്ചും ആർത്തട്ടഹസിക്കുന്നു. ഇതിന് കാരണമായ ഇടതുപക്ഷ സർക്കാരിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച് BJP കേരളത്തിൽ DYSP ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ആലപ്പുഴ മാർച്ച് BJPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോപകുമാറും, ചേർത്തലയിലെ മാർച്ച് സംസ്ഥാന സെക്രട്ടറി ശ്രീ രേണു സുരേഷും, അമ്പലപ്പുഴയിൽ BJPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്തളം പ്രതാപനും ഉദ്ഘാടനം ചെയ്തു. ഏറെ ബഹുമാനീയനായ BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ നിർവഹിക്കും. പൊതുജനങ്ങളോട് മാന്യമായി ഇടപെട്ടുകൊണ്ട് വരവേൽപ്പ് നൽകിക്കൊണ്ട് ഈ പ്രതിഷേധ പരിപാടി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഈ പ്രതിഷേധ പരിപാടി പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, പോലീസിന്റെ നരനായട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP സംസ്ഥാന വ്യാപകമായി DYSP ഓഫീസിലേക്ക് നടത്തി വരുന്ന മാർച്ചിന്റെ ഭാഗമായി ഈ പ്രതിഷേധ പരിപാടികൾ അണിനിരന്നു വരുമ്പോൾ നല്ലവരായ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. BJP ജയ് 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 BJP അമ്മമാരും പെങ്ങന്മാരും അമ്മമാരും പെങ്ങന്മാരും മാനം കാക്കാൻ ഗതിയില്ലാതെ മാനം കാക്കാൻ ഗതിയില്ലാതെ കെട്ടിത്തൂങ്ങി മരിക്കുന്നേ കെട്ടിത്തൂങ്ങി മരിക്കുന്നേ. BJPയുടെ ആഹ്വാനം അനുസരിച്ച് ഇന്ന് DYSP ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയാണ്. നമ്മുടെ നോർത്ത് ജില്ലയില് ചേർത്തലയിലും അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും 3 DYSP ഓഫീസിലേക്കാണ് ഒരേ സമയത്തുള്ള ഈ മാർച്ച് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കറിയും, പിണറായി വിജയന്റെ ഭരണത്തില് കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളം പോലീസ് ഗുണ്ടകളെ പോലെ പെരുമാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്ന് ഗുണ്ടകൾക്ക് നാട്ടിൽ സ്ഥാനമില്ല. ആ സ്ഥാനം ഗുണ്ടകളെ നിയന്ത്രിക്കേണ്ട പോലീസ് ഏമാന്മാരെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ സാഹചര്യത്തിലാണ് BJP ഇത്തരത്തിലുള്ള ഒരു സമര പദ്ധതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം ജനാധിപത്യം പുനഃസ്ഥാപിക്കുവാൻ, പോലീസിന്റെ നരനായാട്ട് അത് മാറ്റി നിർത്തുവാൻ ഒരു ശക്തമായ താക്കീത് ചെയ്തുകൊണ്ടുള്ള ഒരു സമര പ്രഖ്യാപനത്തിന്റെ മുന്നോടി എന്നുള്ള തരത്തിൽ വേണം ഈ DYSP ഓഫീസിലെ സംസ്ഥാനം ഒട്ടാകെ നടക്കുന്ന ഈ പരിപാടിയെ നമുക്ക് കാണാൻ. ഇതിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് BJPയോടൊത്തു നീങ്ങണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ കേരളത്തിലെ സാധാരണക്കാർ പോലീസ് സ്റ്റേഷനുകൾ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് നീതി ലഭിക്കാത്ത സാഹചര്യമുണ്ട്. പരാതിക്കാരനും നീതി ലഭിക്കാറില്ല, പ്രതിക്കും നീതി ലഭിക്കാറില്ല. അനവധിയായിട്ടുള്ള സംഭവങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ ദൃശ്യപത്രമാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. എത്രയോ സംഭവങ്ങളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കഴിഞ്ഞ 9 വർഷമായിട്ട് അരങ്ങേറിയിട്ടുള്ളത്. അനവധിയായിട്ടുള്ള ഓരോന്നും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, 9.5 വർഷക്കാലം കൊണ്ട് ഈ കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള സാമാന്യ ജനങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള അതിക്രമ സംഭവങ്ങൾ. നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിൽ പോലും എത്രയെത്ര സംഭവങ്ങളാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസവും പത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പത്രത്തിലൂടെയാണ് എന്നെ സംബന്ധിച്ച് പത്രവാർത്തയിലൂടെയാണ് ആ സംഭവത്തെ കുറിച്ച് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പോലീസ് മർദ്ദനത്തിന് ഇരയായ ചെറുപ്പക്കാരൻ ഇന്നും എഴുന്നേറ്റ് നടക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ശയ്യാവലംബനായി കിടക്കുന്ന സാഹചര്യം ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് ഒരു സ്ത്രീയെ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ കള്ളക്കേസിൽ കുടുക്കുകയും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അപമാനം, ഇത് കേരളത്തിലെ പൊതുസമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കെടുതികളാണ്. പിണറായി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ഈ കേരളത്തിലെ സാമാന്യ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതെല്ലാം. ഇത് കേവലം ആഭ്യന്തര വകുപ്പിൽ മാത്രമല്ല, സമസ്ത മേഖലകളിലും ഈ സർക്കാരിനെ സംബന്ധിച്ച് പിടിപ്പുകേടിന്റെ പര്യായമായി തീർന്നിരിക്കുകയാണ്. സാമാന്യ ജനങ്ങൾക്ക് ഒരു നീതിയും ലഭിക്കുന്നില്ല. ഏതെങ്കിലുമൊക്കെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സർക്കാർ ഓഫീസുകളിൽ ചെല്ലുന്ന ആളുകൾക്ക് പോലും
അത് നീതി ലഭിക്കാത്ത സാഹചര്യം, അല്ലെങ്കിൽ അവിടെ അന്യായം നേരിടുന്ന ഒരു സാഹചര്യം, അത് ചെറുപ്പക്കാരെ സംബന്ധിച്ചാകട്ടെ മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാകട്ടെ ഏതൊരു അവർ ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷികളായി കേരളത്തിൽ കഴിയുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുവാൻ തയ്യാറാകണം. ഡിവൈഎഫ്ഐക്കാരൻ വൈകുന്നേരം നടക്കുന്ന ചർച്ചയിൽ നിരന്തരമായി പറയാറുണ്ട്, പോലീസ് അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാധ്യമങ്ങളിൽ നടക്കുമ്പോൾ CPM-കാരൻ പറയുന്ന ഒരു കച്ചിത്തിരുമ്പാണ്, കുറച്ച് പോലീസുകാരാണ് ഇതിന് ഉത്തരവാദികൾ, കുറച്ചു പേരാണ് ഇതിന് ഉത്തരവാദികൾ, അവര് മാത്രമാണ് ഇതിന്റെ പ്രതികൾ, അവരാണ് ഈ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോ ഞങ്ങളൊരു സംശയം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസിൽ നിന്ന് മാറ്റി നിർത്താൻ എന്തുകൊണ്ട് ഈ നല്ലവരായ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നില്ല, മേലധികാരികൾക്ക് കഴിയുന്നില്ല? ഇവിടെ സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആണ് കേരളത്തിൽ പോലീസിനെ ഭരിക്കുന്നത്. IPS-കാർക്കൊന്നും അവിടെ വലിയ കാര്യമൊന്നുമില്ല. ഈ സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് CPM-ന്റെ കയ്യിലാണ്. CPM-കാരായിട്ടുള്ള പോലീസുകാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അവരാണ് ഈ പോലീസ് ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നത്. അപ്പൊ ഈ ഉത്തരവാദിത്വം, നല്ലവരുണ്ട് പോലീസിൽ, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും നല്ലവരായ പോലീസ് എന്ന് പറയുന്നവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? എല്ലാവരും ഈ ഉത്തരവാദികളാണ്. ക്രിമിനലുകൾ ഉത്തരവാദികളാണ്, അവരെ സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദികളാണ്. ഇവിടെ സൂചിപ്പിച്ചു ഒരു ബിന്ദുവിന്റെ കഥ. നമ്മള് കഥ പറഞ്ഞാൽ ഇന്ന് മുഴുവൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചാലും തീരാത്ത കഥ കേരളത്തിലുണ്ട്. പറയാനുണ്ടോ? ആ യുവതിയുടെ ജീവിതം, അത് അവരുടെ ജീവിതം ഇല്ലാതാക്കിയ, അവർക്ക് എവിടെയും പോയി തൊഴിൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കിയ, അവരെ പെരുവഴി ആധാരമാക്കിയ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതിന് കൂട്ടുനിന്ന ഇവിടുത്തെ നേതാക്കന്മാർക്കും മറുപടി ഉണ്ടോ? ഇവിടെ കുന്നംകുളത്തുണ്ടായിട്ടുള്ള അതിദാരുണമായിട്ടുള്ള പോലീസ് മർദ്ദനം, ലോക്കപ്പ് മർദ്ദനത്തിന്റെ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് കോൺഗ്രസുകാരൻ കൊടിയും പിടിച്ചിറങ്ങുന്നത്. കോൺഗ്രസുകാരന്റെ പ്രവർത്തകനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് ഇടികിട്ടിയിട്ട് 2 വർഷമായിട്ട് ഇവിടെ എവിടെയായിരുന്നു? പോലീസുകാരുമായിട്ട് കോൺഗ്രസിനും ധാരണയുണ്ട്, കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്കും ഈ ധാരണയുള്ളത് കൊണ്ടാണ് 2 വർഷമായി ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് ഇടികിട്ടിയിട്ട് അതിന്റെ വീഡിയോ ചിത്രം ഈ ലോകം മുഴുവൻ കണ്ടപ്പോഴാണ് അവർ ആയുധമായിട്ട് ഇറങ്ങി സമരം. എങ്ങനെയാണ് സാധാരണക്കാർക്ക് നീതി ലഭിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ പരാജയത്തിന്റെ നേരത്തെ സ്വാഗത പ്രസംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ പരാജയത്തിന്റെ പേരായ പിണറായി വിജയൻ അദ്ദേഹം നേതൃത്വം നൽകുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇതിനപ്പുറമൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിന് ആദ്യമായി തുടക്കം കുറിച്ചുകൊണ്ട് കണ്ണൂരിൽ നടന്ന വാടിക്കൽ രാമകൃഷ്ണൻ എന്ന സംഘപ്രവർത്തകനെ കൊല്ലുവാൻ വേണ്ടി നേതൃത്വം നൽകിയ, അതിനെ പ്രതികൂടയാക്കപ്പെട്ടിട്ടുള്ള ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു പോലീസ് സംവിധാനം വരുമ്പോൾ ഈ മാർച്ച് നടത്തുന്നത്, ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ പറയുകയുണ്ടായി. ഒരൊറ്റ ചോദ്യം മാത്രം ഞങ്ങൾ ചോദിക്കുകയാണ്. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി അർദ്ധരാത്രിക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്ന ഈ രാജ്യത്ത് എവിടെയാണ് സ്വാതന്ത്ര്യം? ആർക്കാണ് സ്വാതന്ത്ര്യം? ഞങ്ങളെ പോലുള്ള സ്ത്രീകൾ വഴി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഞങ്ങളുടെ പെൺകുട്ടികളെ വളർത്തി വലുതാക്കുവാൻ ഞങ്ങൾക്ക് പേടിയാവുന്നു. ഇപ്പൊ പുറത്തോട്ടിറക്കാൻ പേടിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുകയാണ്. കൊച്ചു പിള്ളേരെ 3 വയസ്സ് മുതൽ 90 വയസ്സുള്ള പടുവൃദ്ധികളെ പോലും വെറുതെ വിടാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, പിണറായി എന്ന ആ മഹാമനുഷ്യനെ ഞങ്ങൾ എന്താണ് പറയുന്നത്? കേരളത്തിന്റെ പിണറായിയെ കണ്ടാൽ ഞങ്ങൾ തൊഴുത് നമസ്കരിക്കും. പക്ഷെ ഞങ്ങൾ കാർക്കിച്ച് തുപ്പേണ്ട ഒരു ഗതികേടിലേക്കാണ് വന്നിരിക്കുന്നത്. ഒന്ന് മാത്രം പിണറായി വിജയൻ ഓർക്കണം, നിങ്ങൾ എന്തിനാണ് ഈ അഭ്യന്തരം കൈക്കിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? പോലീസിന്റെ അക്രമങ്ങൾക്ക് വിരാമമിടാൻ ഇന്ന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ മുന്നിൽ. കേരളത്തിൽ BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ പോലീസിനെ ശുദ്ധീകരിച്ച് നല്ല പാഠം പഠിപ്പിച്ച ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കും. അന്ന് കേരള ജനത പോലീസിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ മാർച്ചിന്റെ അധ്യക്ഷത വഹിച്ച അഡ്വക്കേറ്റ് BK ബിനോയ് സാറിന് ഈ യോഗത്തിന്റെ പേര് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ചേർത്തലയിൽ നടന്ന DYSP ഓഫീസ് മാർച്ചിൽ BJPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി രേണു സുരേഷ് ഉദ്ഘാടനം ചെയ്തു.
DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ BJPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്തളം പ്രതാപൻ ഉദ്ഘാടനം അത് ഭരിക്കാനറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്ത് ജയ് ജയ് BJP. ആ സഹോദരിയുടെ മോഷണ കേസിൽ അവരെ പ്രതിയാക്കിയതിന്റെ ചരിത്രം. അവർക്ക് ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ എന്ത് പറഞ്ഞാലും ഒരു മോഷണ കേസിൽ പ്രതിയായ ആളാണ്. നമ്മുടെ നിയമത്തിൽ ഏത് കുറ്റം ചെയ്താലും കോടതിയുടെ മുമ്പിൽ അവർ കുറ്റ ആരോപിതർ മാത്രമാണ് പ്രതികൾ എന്ന് പറയുന്നത്. ആ കുറ്റം തെളിയിക്കുന്നത് വരെ, തെളിയിച്ച് കോടതി ശിക്ഷ കൊടുക്കുമ്പോൾ മാത്രമേ അവർ യഥാർത്ഥത്തിൽ പ്രതിയായിരുന്നോ അല്ലയോ എന്ന് നിശ്ചയിക്കപ്പെടുവാൻ കഴിയുന്നുള്ളൂ. പക്ഷെ ഇന്ന് കേരളത്തിൽ അതാണോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമില്ലാത്ത എന്ത് കണ്ടാലും അവരൊക്കെ പ്രതികൾ. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കോട്ടെ, തൃശ്ശൂരിൽ സുജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവിനെ ഇടിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ സിന്ദൂറിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യം നടപ്പിലാക്കിയ ഒരു ഓപ്പറേഷന്റെ പേരാ, ഒരു നടപടിയുടെ പേരാണ്. 38-ൽ പരം അമ്മമാരുടെ, സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം കഴുകിക്കളഞ്ഞ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ നടപടിക്കെതിരെ, പാകിസ്ഥാന്റെ നടപടിക്കെതിരെ ഭീകരന്മാരെ അവർ ചെയ്യുവാൻ വേണ്ടി നടത്തിയ സിന്ദൂർ എന്ന ആ ഓപ്പറേഷനെ പോലും അംഗീകരിക്കുവാൻ കഴിയാത്ത കേരളത്തിലെ പോലീസും മുഖ്യമന്ത്രിയും പരാതികൾ കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് കേരളത്തിന്റെ ഭരണ ശിലാകേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ പോലീസ് ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകൾ സാധാരണക്കാരന്റെ ശവക്കല്ലറയാക്കി മാറ്റുന്നതിൽ മുഖ്യമന്ത്രി വഹിച്ചുകൊണ്ട് പിണറായി വിജയന്റെ സർക്കാർ 10ാം വർഷം നയിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് 23 കസ്റ്റഡി മരണങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് നമ്മുടെ പോലീസുകാർ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ യഥാർത്ഥ പുള്ളിയെ പിടിച്ചു. ഒരാഴ്ച കഴിഞ്ഞാൽ ഇദ്ദേഹം പോകുന്നത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ പുള്ളിയെ കരുനാഗപ്പള്ളിയിൽ പിടിച്ചു. അപ്പോൾ പോലീസ്, നമ്മുടെ അമ്പലപ്പള്ളി പോലീസ് വളരെ വിദഗ്ധമായി കരുനാഗപ്പള്ളിയിൽ പോലീസിനെ പിടിച്ചു. അപ്പൊ ഇവിടെ ആദ്യം പിടിച്ച് നല്ല തിരുമ്പി ചവിട്ടം തിരുമ്പി നിർത്തി. സാധാരണ ഗരുഡംപുറയ്ക്ക് മുമ്പായിട്ടാണ് ആളുകളെ ചവിട്ടി തിരുമ്പുന്നത് പരുവത്തിൽ. ആ ഗരുഡംപുറക്കാരെക്കാളും കഷ്ടമായിട്ട് ആ പാവത്താനെ ചവിട്ടി തിരുമ്പി പരുവമാക്കി. അവസാനം വെറുതെ വിടാൻ പറ്റുമെന്നൊരു ബോണസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ലൈംഗിക പീഡന കേസിൽ പ്രതിയാക്കി. അത് കാലങ്ങളായിട്ട് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് കേസ് പ്രതിയാക്കി. അമ്പലപ്പുഴ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് H. സലാം. ഇവിടെ ഈ നാഷണൽ ഹൈവേയുടെ പോകുന്ന ഏത് കഞ്ചാവ് വണ്ടിയെ പിടിക്കണം, ആരെ പിടിക്കണം, എവിടെ തടയണമെന്ന് തീരുമാനിക്കുന്നത് H. സലാം. സലാമിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഈ അമ്പലപ്പുഴയിലെ CIക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ട്രാഫിക് പോലീസുണ്ട് എവിടെയെങ്കിലും പോയി വെയിലും കൊണ്ട് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് മാറ്റും. സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ചേട്ടൻ ഈ മാർച്ചിന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ആരാധനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്തളം പ്രതാപൻ ചേട്ടൻ, ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രവർത്തകരെ, നമസ്കാരം. ഒറ്റ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കടക്കുകയാണ്.